ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായം 8 മുതൽ ഉള്ള തിരുവചന ഭാഗങ്ങളാണ്. അവിടെ ഇപ്രകാരം നമ്മളോട് അരുളി ചെയ്യുകയാണ്: ദൈവത്തെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. അത് ഒന്നുകൂടി എടുത്തു പറയാനുള്ള കാരണം, നമ്മളിൽ സ്നേഹം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നിൽ ദൈവം വസിക്കുന്നില്ല എന്ന് തിരിച്ചറിയുക. നാം അവിടുത്തെ പുത്രനിൽ ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. നാം യേശുക്രിസ്തുവിൽ ജീവിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. തുടർന്ന് പറയുന്നത്, അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി തൻ്റെ പുത്രനെ നൽകുകയും ചെയ്തിരിക്കുന്നു എന്നതിലാണ് സ്നേഹം. സ്നേഹിക്കുക എന്ന് പറയുക മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി സ്വന്തം പുത്രനെ നൽകി അവിടുന്ന് സ്നേഹം പ്രകടമാക്കി. സ്നേഹം പ്രകടമാക്കേണ്ടതും കൂടിയുണ്ട്. അതിനാൽ എന്നെ ശ്രവിക്കുന്ന ഓരോ വ്യക്തികളൊന്ന് ചിന്തിക്കുക: എന്നിലെ സ്നേഹം ഇല്ലാതെയായി തീർന്നോ? പുറകെട്ടു പോയോ? സ്നേഹം നമ്മൾ ആർജിക്കണമെങ്കിൽ യേശുവിലൂടെ പിതാവിൻ്റെ പക്കലേക്ക് നമ്മൾ എത്തിച്ചേരണം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹം നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ അത് നമ്മൾ നിലനിൽക്കുകയുള്ളൂ. ആ സ്നേഹം പ്രത്യുത്തരമായി നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുറവുകൾ നമ്മൾ കണ്ടെത്താം. ദൈവത്തോട് കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. പൂർവാധികം ശക്തിയോടുകൂടി ദൈവസ്നേഹത്തിൽ വളരുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.